അപ്പോൾ നിങ്ങളുടെ എക്സാം ഇതായി ഇവിടെ എത്തി കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാൻ ഇനി സമയമില്ല. അത്രയും നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ്സ് ഇവിടെ തൊട്ടടുത്തെത്തി. അപ്പോൾ +1 ഇക്കണോമിക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. അതായത് എക്സാം എഴുതുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ എക്സാമിന് കുറച്ച് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ഏതാണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നത് അതുപോലെ അതിൻ്റെ അകത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം കൃത്യമായിട്ട് പഠിച്ചോ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ഒഴിവാക്കുക എന്നല്ല, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന ഏരിയാസിലാണെന്നാണ് മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഈ 2 ചാപ്റ്റേഴ്സാണ് മക്കളെ 8 മാർക്സ് വെയിറ്റേജ് 8 ആണ് നമ്മുടെ അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. സോ 8 വെയിറ്റേജ് വരിക എന്ന് പറയുമ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് നിന്ന് വരാം, 5 മാർക്സ് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരാം. അപ്പോൾ ടോട്ടൽ ഒരു 8 മാർക്സും ആ ഒരു റേഞ്ചിലൊക്കെ അടുപ്പിച്ച് നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മൊത്തത്തിൽ നിങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ പോകുന്നത് ഈ 2 ചാപ്റ്റേഴ്സിനാണ്. പിന്നീട് കളക്ഷൻ ഓഫ് ഡേറ്റയിൽ സിമ്പിളായിട്ട് എന്താ നമ്മുടെ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും അതിൻ്റെ കളക്ഷൻ മെത്തേഡ്സും ആണ് മെയിൻലി നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ഈസിലി നിങ്ങൾക്ക് ഈ 7 വെയിറ്റേജിനെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആണ് വരുന്ന 4 മാർക്സിന്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സിൽ പ്രോബ്ലംസ് ചോദിക്കും അല്ലേ. എന്താണ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സിലെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പ്രോബ്ലംസ് നല്ലതായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പറ്റും. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ടത് അല്ലേ, ആ ഒരു ഏരിയ കൂടി പഠിച്ചു വെക്കുക. അതായിരിക്കും ചിലപ്പോൾ ഇച്ചിരി മാർക്കിന് വരാൻ പോകുന്ന തിയറി ക്വസ്റ്റൻ എന്ന് പറയുന്നത്. പിന്നെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ നിങ്ങൾക്ക് അറിയാം, ആകെ ആ ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. അപ്പോൾ അത് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാം. അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ആ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾക്ക് അറിയാം, ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ മെയിൻലി പഠിക്കാൻ അതേ ഉള്ളൂ ആ ചാപ്റ്ററിൽ അല്ലേ. അതും നല്ലപോലെ പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് LPG, പോവേർട്ടി ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഈ 3 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ LPG ആൻഡ് പോവേർട്ടി ആണ് ഹയസ്റ്റ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ വരുന്നത് മോസ്റ്റ്ലി മക്കളെ എന്തായിരിക്കും, ഈ LPGയിൽ നിന്നും പോവേർട്ടിയിൽ നിന്നും തന്നെയായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി വരുന്നത്. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 3 എസ് എ ക്വസ്റ്റ്യൻസ് വരും. അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്ത് വരാം, റൂറൽ ഡെവലപ്മെൻറ്റിൽ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷന്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന 4 ആണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നതിന് ആ ഒരു 5 പോയിന്റ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ 5 പോയിന്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യൻ ഇക്കോണമി 1950-1990 എന്ന് പറയുന്നത് 4 വെയിറ്റേജിൽ വരുന്നതാണ്. ആ ഒരു ടൈം പീരീഡിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. പിന്നെ ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കാം. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടും വളരെ സിമ്പിളാണ്. എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് വർക്ക്സും കാര്യങ്ങളും അല്ലേ, ജോബ് ഈ പറയും വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതും എല്ലാത്തിനെയും കുറിച്ചൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ കമ്പാരിറ്റീവിൽ ഈ കമ്പാരിസൺ ഉണ്ടല്ലോ, മെയിൻലി ഈ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ്റെ സിമിലാരിറ്റീസും അതിൻ്റെ ഡിഫറൻസസും അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എക്സാമിനെ കുറിച്ച് ഏറ്റവും മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് നിങ്ങൾക്ക് വരുമ്പോൾ ടോട്ടൽ 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. 20 മാർക്സ് നിങ്ങൾക്ക് ഇൻറ്റേർണൽ തരും, അതുപോലെ തന്നെ 80 മാർക്സിന് നിങ്ങൾ എഴുതി മേടിക്കണം. ഈ 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിങ്ങൾക്ക് ഒന്നും വിടാനില്ല, എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കൊടുക്കണം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് വളഞ്ഞു തിരിഞ്ഞ് ഭയങ്കരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണാറില്ല. മോസ്റ്റ്ലി നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എഴുതാൻ പറ്റുന്നതാണ് കൂടുതലും കാണാറില്ല. അപ്പോൾ അത് മെയിൻലി ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് ഇയറിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഇരുന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10ൽ 10 മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ 10 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ വരും. പിന്നെ 2 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ആ 5ൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരുള്ളൂ അല്ലേ. 5ൽ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഈ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യൂ എന്ന് പറയുന്നിടത്തൊക്കെ ഉണ്ടല്ലോ, എയ്തർ ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് 2 ക്വസ്റ്റ്യൻസ്, ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്ത്യൻ ഇക്കോണമിയിൽ 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് അവർ
നോർമലി കൊടുത്ത് കാണാറുള്ളത്. അപ്പോൾ ഇത് മിക്സ്ഡ് ആക്കിയിട്ട് ഉള്ള രീതിയിലായിരിക്കും. ഓരോ ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും 4 എണ്ണം എഴുതാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1, അതുപോലെ തന്നെ 3 മാർക്സിൻ്റെത്, അതുപോലെ 4 മാർക്സിൻ്റെതും, അതുപോലെ 5 മാർക്സിൻ്റെ, അങ്ങനെ 4 കാറ്റഗറിയിൽ അങ്ങനെയുണ്ട്. അതായത് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാൻ പറയുന്നത്. ഈ 4ലും എന്താണ്, ഏതെങ്കിലും ഈ 4 കാറ്റഗറീസിൽ മേ ബി 5ഉം 4ഉം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റി ചിലപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2ഉം 3ഉം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ മെജോറിറ്റി വരുന്ന ഏതായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. പിന്നെ 8 മാർക്കിൻ്റെ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് എഴുതേണ്ടി വരിക. അതിൽ ഡെഫിനറ്റ്ലി എങ്ങനെ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും പിന്നെ 2 ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നും മോസ്റ്റ്ലി അങ്ങനെയാണ് വരാറുള്ളത്. അല്ലെങ്കിൽ നേരെ തിരിച്ചും നിങ്ങൾക്ക് വരാം, 2 ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, 1 ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവിടെ എന്തായാലും ഒരു അപ്പർ പൊസിഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ മാർക്സ് വരുന്നത്. 1 മാർക്കിൻ്റെ ഒരെണ്ണം പോലും നിങ്ങൾക്ക് വിടാൻ പറ്റാത്തത് ഈ 1 മാർക്കിൻ്റെ ആണ്. പിന്നെയും നിങ്ങൾ ചില ടോപ്പിക്സ് വിട്ടുപോയാൽ അതൊക്കെ വന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളത് ഈ പറയുന്ന 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ, 8 മാർക്കിൻ്റെയിലൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. എക്സാമിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.